ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഫേസ് പാക്ക് എന്ന് പറയുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. പക്ഷെ നമ്മളത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അത് മാത്രമല്ല, ഇൻസ്റ്റൻറ്റ് ഗ്ലോ വേണം. നമ്മുടെ പോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം. സ്കിൻ നമ്മൾ കുറച്ച് ഒരു 25-30 എബോക്ക് ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ എന്താ പറയുക, ടൈറ്റൻ ആവാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു 30+ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ ഇത്. കൊളാജിൻ പ്രൊഡക്ഷനൊക്കെ കൂട്ടാനും നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനും, അതായത് സാഗി ആവാണ്ടിരിക്കാനൊക്കെ, ചില പ്രായമൊക്കെ ആയി വെച്ച് നമ്മുടെ സ്കിൻ നന്നായിട്ട് തൂങ്ങാനായിട്ടൊക്കെ തുടങ്ങും. അപ്പം നമ്മുടെ ആ സ്കിൻ തൂങ്ങുമ്പോൾ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഏജ് ആയ പോലെയൊക്കെ തോന്നും. അപ്പോൾ റിങ്കിൾസൊക്കെ കുറയ്ക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. പക്ഷെ മൂന്ന് ഇൻഗ്രീഡിയൻസിൽ വീട്ടിൽ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരാൻ പോണ ഫേസ് പാക്കിൻ്റെ ഗുണങ്ങളൊക്കെ അറിയണേ ഗൂഗിൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ്ഗ് വെച്ചിട്ടാണ്, മുട്ട വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓയിലി കോമ്പിനേഷൻ സ്കിന്ന്, ആക്നെ പ്രോൺ സ്കിന്ന്, ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഞാൻ കാണിച്ചിരുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്താൽ മതി. ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്കതിൽ നിന്ന് വേണ്ട, ഡ്രൈ സ്കിൻ ആണെങ്കിൽ. പിന്നെ എല്ലാ സ്കിന്നുകാർക്കും നന്നായിട്ടത് സ്യൂട്ടബിൾ ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അതിൽ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. അപ്പോൾ കൂടുതൽ DIY ഫേസ് പാക്ക് അതുപോലെയുള്ള പാക്കുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. സോ നമുക്ക് ഒരു എഗ്ഗാണ് വേണ്ടത്. എഗ് വൈറ്റാണ്, നമുക്കതിൻ്റെ മഞ്ഞ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എഗ്ഗ് വൈറ്റ് എടുക്കുമ്പോൾ നമുക്കത് കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയാണ് കേട്ടോ. നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നാരങ്ങ ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം. ബാക്കി ആക്നെ പ്രോൺ സ്കിന്നാണ്, ബാക്കി എല്ലാവർക്കും നമുക്കിത് നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി വേണ്ടത് ഹണിയാണ് കേട്ടോ. ഹണി എന്തായാലും ഡ്രൈ സ്കിന്നർ മസ്റ്റായിട്ട് നിങ്ങളിത് ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവും. ഹണി ഒരു 3-4 ഡ്രോപ്സ് നമുക്ക് മതിയാവും. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണേ. ഇതിൽ ഹണിയും ലെമണൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആവണം, എന്നാലാണ് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫേസൊന്ന് വാഷ് ചെയ്തിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 30+ ഒക്കെ എബോ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ്. അതല്ല നിങ്ങളിപ്പോൾ 20+ ഒക്കെ ആണെങ്കിൽ നിങ്ങളിത് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ സ്കിന്നൊക്കെ സാഗ് ചെയ്യണതൊക്കെ പെട്ടെന്ന് നമുക്ക് ആ ഒരു പ്രോസസ്സ് നമുക്ക് റിഡ്യൂസ് ചെയ്യാം, ആ ഒരു ടൈം നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല യങ് ആയിട്ടിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് മാത്രമല്ല, ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ്. വീട്ടിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്ലോ വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് എഗ്ഗ് എന്ന് പറയുന്നതിൽ. അപ്പോൾ മുട്ടൻ്റെ ഈ ഒരു എഗ് വൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര നമ്മുടെ സ്കിന്ന് നല്ല ഒരു ഭയങ്കര ബെനിഫിറ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ചാനൽ കൂടുതലും ഞാൻ ഷെയർ ചെയ്യണത് ഇതുപോലത്തെ DIY ഫേസ് പാക്കുകളാണ്. ക്രീംസോ അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീംസ് അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. കൂടുതലും DIY നല്ല റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കുകളൊക്കെയാണ് ഞാൻ കൂടുതലും ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസ് കാണണമെങ്കിൽ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കണം. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതിൽ ലെമൺ ആഡ് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഹണി എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളിതിൽ ആഡ് ചെയ്യണം. ബാക്കി എല്ലാവർക്കും ഈ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി.
നിങ്ങൾക്കിപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു തവണ ഉപയോഗിച്ചാലല്ല, കുറേ തവണ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങളുടെ സ്കിൻ ഒട്ടും സ്മൂത്ത് അല്ല, ഭയങ്കര റഫായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇടുകയാണെങ്കിൽ നന്നായിട്ട് സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആവാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫേസ് പാക്ക് നമ്മളൊരു 10 or 15 ഡ്രൈ ആവണ വരെ വെക്കണം. ഡ്രൈ ആകുമ്പോൾ നമ്മൾ എന്താണ് സംസാരിക്കാനൊന്നും പറ്റില്ല. ഇത് മുട്ടൻ്റെ ആ ഒരു വൈറ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ചുളിവുകൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അപ്പോൾ സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ഡ്രൈ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയതിനു ശേഷം നമുക്കൊന്ന് ഫേസ് ഒരു ലുക്ക് വാം വാട്ടറോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ കോൾഡ് വാട്ടറോ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് വാഷ് ചെയ്യാം. ഇത് നമ്മൾ പോഴ്സസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ലാർജ് പോഴ്സസ് ഒക്കെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടെങ്കിലും അത് കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ അവരുടെ ഓയിൽ എക്സസ് ഓയിലൊക്കെ റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ആക്നെ വരുന്നത് ഒരു കുറയ്ക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ട് വരാം. ഇപ്പോൾ ഡ്രൈ ആവണുള്ളൂ, ഡ്രൈ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു 30+ ഒക്കെയാണ്, 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ആഴ്ചയിൽ 3 ദിവസമൊക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അപ്പോൾ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആവും. ആ ഒരു ലൂസ് നമ്മൾ സ്കിൻ ഒന്ന് സാഗ് ചെയ്യണതൊക്കെ ഒന്ന് കുറച്ച് കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുമാത്രമല്ല സ്കിൻ നന്നായിട്ട് ഒരു ക്ലിയർ ആവാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്, ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ 3 ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 ദിവസമൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉപയോഗിച്ച് നമ്മൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് വരുമല്ലോ, നമുക്കിത് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കെമിക്കലൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ടൊന്നും കിട്ടില്ല. പക്ഷെ നമുക്ക് ഒരു ചേഞ്ചസ് നമ്മുടെ ഫേസിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യൂ. അപ്പോൾ 20 വയസ്സൊക്കെ മേലൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ച 2 തവണയൊക്കെ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ഒരു സ്കിന്നിന് ഒരു സാഗിങ് എഫക്റ്റൊക്കെ ഒന്ന് പോയി കിട്ടാനും അല്ലെങ്കിൽ ആ ഒരു ഏജിങ് പ്രോസസ്സൊക്കെ കുറച്ച് കൊണ്ടുവരാനൊക്കെ ഇത് നമ്മൾ ആഴ്ച 2 തവണ എപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഫേസിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ കിട്ടണം എന്നുണ്ടെങ്കിലും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല ഈ എഗ് വൈറ്റിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. എഗ് ഇപ്പോൾ നമ്മൾ ബോയിൽ ചെയ്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോട്ടീൻ നമുക്ക് കിട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹെയറിനും ഫേസിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോട്ടീൻ മാസ്ക് ആയിട്ട് നമുക്ക് ഈ ഒരു എഗ് വൈറ്റ് യൂസ് ചെയ്യാം കേട്ടോ. എഗ് വൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ, നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള പ്രോട്ടീൻ നമ്മുടെ ഫേസിലേക്ക് തരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് എന്താണ് പറയുക ഒരു ഫേമായിട്ടിരിക്കാനും നമ്മുടെ സ്കിന്ന് ഡാമേജ്ഡൊക്കെ ആണെങ്കിൽ ഒന്ന് റിപ്പയർ ചെയ്ത് കിട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. റിസൾട്ട് എന്തായാലും കിട്ടും. അത് കുറച്ച് നാൾ നമ്മൾ ഉപയോഗിച്ചാലാണ് ആ ഒരു ചേഞ്ചസ് നമ്മുടെ ഫേസിൽ കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് കുറച്ച് ഏജ് ആയുള്ളവർ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങളുടെ ഫേസിന് കാണാനായിട്ട് പറ്റും. സോ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്കിൻ നന്നായിട്ട് സ്മൂത്തായ പോലെ തോന്നും. അതുമാത്രമല്ല നമ്മൾ എഗ് വൈറ്റ് ഇട്ടിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കുറച്ച് ബ്രൈറ്റൺ ആയ പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. സോ ചെറിയൊരു ഗ്ലോ ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കേട്ടോ ഫേസിൽ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.